നമസ്കാരം. വിൻഡോസ് ബേസിക്സിന്റെ രണ്ടാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് യൂസിങ് വിൻഡോസ്. Windows are essential to using Windows 7 operating system. Windows operating systemത്തിൽ വിൻഡോകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്നാമത് നോക്കാം. To move a window, click the title bar and drag the window to another location. ഒന്നാമത്തെ കാര്യം, വിൻഡോ ആണ് യൂസർ ഇന്റർഫേസിനായിട്ട് ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇന്റർഫേസ് ഏരിയ. നമ്മൾ എന്ത് പറയും? റെക്ടാംഗിൾ ഷേപ്പിലുള്ള ഒരു വിൻഡോ എന്ന് പറയും. അന്നേരം ആ വിൻഡോയെ ആദ്യം ഒരു സ്ഥലത്തുനിന്ന് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തോട്ട് എങ്ങനെ നീക്കാൻ നോക്കാം. അതിനുവേണ്ടി നമ്മൾ ഒരു വിൻഡോ വിളിക്കുകയാണ്. കണ്ടല്ലേ, ഇതിപ്പോ അൺടൈറ്റിൽഡ് നോട്ട് പാഡ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ പ്രോഗ്രാം ആണ് വിളിച്ചിരിക്കുന്നത്. അതിന്റെ പേര് അൺടൈറ്റിൽ ആണ്, പേരൊന്നും നമ്മൾ കൊടുത്തിട്ടില്ല. അതിനെ നീക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ ടൈറ്റിൽ എഴുതിയേക്കാണ്. എന്ന് പറഞ്ഞാൽ നോട്ട് പാഡ് എന്ന് എഴുതിയേക്കുന്ന സ്ഥലത്ത് മൗസ് കൊണ്ട് പ്രസ് ചെയ്ത് പിടിക്കുക. ഡ്രാഗ് ചെയ്യണം. നമ്മൾ എന്ത് പറഞ്ഞു? മൗസിന്റെയോ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന പോയിന്റ് ഡിവൈസിന്റെയോ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പിടിക്കുക. ഇപ്പൊ ഞാൻ ക്ലിക്ക് ചെയ്തു, എന്നിട്ട് മൗസ് നീക്കിയാൽ കണ്ടല്ലോ വിൻഡോ, കറണ്ട് വിൻഡോ ഇഷ്ടമുള്ള സ്ഥലത്തോട്ട് നീങ്ങും. കണ്ടില്ലേ? ഓക്കെ. അന്നേരം വേറൊരു സ്ഥലത്ത് ഞാൻ നടുക്കങ്ങാണ് കൊണ്ടുവച്ചിട്ടോ അല്ലെങ്കിൽ സൈഡിൽ കൊണ്ടുവച്ചിട്ടോ മൗസ് നീക്കിയാൽ വിൻഡോ നീങ്ങത്തില്ല. അന്നേരം എന്ത് ചെയ്യണം? നമ്മൾ ഡ്രാഗ് ഓപ്പറേഷൻ നടത്തുന്ന എവിടെ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട്? അതിന്റെ ടൈറ്റിൽ ബാറിൽ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഡ്രാഗ് ചെയ്യണം. അതാണ് എഴുതിയേക്കുന്നത്. കണ്ടില്ലേ? To move the window, click on the title bar, drag the window to another location. നമ്മൾ ഇവിടുന്ന് ഡ്രാഗ് ചെയ്ത് ഞാൻ വേറെ സ്ഥലത്ത് കൊണ്ടുവരുന്നുണ്ടല്ലോ, ഇഷ്ടമുള്ള സ്ഥലത്തോട്ട്. നമുക്ക് ഇതിനാണ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ. ആദ്യം പോയിന്റ് ചെയ്യുക, പോയിന്റ് ഡിവൈസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കുക, കീപ് ഓൺ പ്രസിംഗ്, മൂവ് ദ മൗസ് ആൻഡ് ഡ്രാഗ് ഇറ്റ് ഇൻടു അനദർ ലൊക്കേഷൻ. ക്ലിയർ ആയി കാണുമല്ലോ. ഇനി ടു ചേഞ്ച് ദ സൈസ് ഓഫ് എ വിൻഡോ. ഇനി വിൻഡോയുടെ സൈസ് എങ്ങനെ മാറ്റാം? ഒന്നാമത് യൂസിങ് സൈസ് ഹാൻഡ്ലേഴ്സ്. സൈസ് ഹാൻഡ്ലർ എന്ന് പറഞ്ഞാൽ നമുക്ക് വിൻഡോയുടെ സൈസ് പല രീതിയിൽ മാറ്റാം. ഒന്നുകിൽ വിൻഡോയുടെ സൈഡിലോട്ട് നമ്മൾ എഡ്ജിലോട്ട് കൊണ്ടുവരും, മൗസ് പോയിന്റർ കൊണ്ടുവരും, ഒരു ഡബിൾ ആരോ പോയിന്റർ കിട്ടും. ഡബിൾ ആരോ പോയിന്റർ കിട്ടുന്ന സമയത്ത് മൗസ് ഉപയോഗിച്ച് ഡ്രാഗ് ചെയ്താൽ കൂട്ടിയോ കുറയ്ക്കുകയോ ചെയ്യാം. അതിന്റെ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡിലോട്ട് നീക്കിയാൽ അതിന്റെ വിഡ്ത്ത് കൂടിയും കുറയും ചെയ്യും. അതേപോലെ താഴെ കൊണ്ടുവന്നാൽ ഡ്രാഗ് ചെയ്യോ ഡബിൾ ആരോ പോയിന്റർ മേളിലോട്ട് താഴോട്ട് നീക്കി അതിന്റെ സൈസ് കൂട്ടിയോ കുറയ്ക്കുകയോ നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു രീതി ഇതാണ്. ഇനി അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ പറ്റുന്നത്, ഇതിന്റെ ഈ മൂലയ്ക്കുള്ള കൺട്രോൾ മെനു ബോക്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ കണ്ടില്ലേ റീസ്റ്റോർ മൂവ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. മൂവ് സൈസ്. മൂവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം? മൂവിൽ ക്ലിക്ക് ചെയ്ത് വെച്ചാൽ ഇനി നമ്മൾ കീബോർഡിലുള്ള ആരോ പോയിന്റേഴ്സ് നോക്കി നമുക്ക് എങ്ങോട്ട് വേണമെങ്കിൽ നീക്കാം. ഓക്കെ, ഞാൻ എന്ത് ചെയ്യണം? കൺട്രോൾ മെനു ബോക്സിൽ പോയിട്ട് എന്ത് ചെയ്യണം? അവിടെ മൂവ് എന്നുള്ള ആക്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ആരോ പോയിന്റർ ഉണ്ട്, അപ്പ് ആരോ, ഡൗൺ ആരോ, ലെഫ്റ്റ് ആരോ, ഡൗൺ റൈറ്റ് ആരോ, അത് ഏത് ക്ലിക്ക് ചെയ്താലും ഇഷ്ടമുള്ള സ്ഥലത്തോട്ടോ നീക്കാം. അന്നേരം മൗസ് ഇല്ലാതെ നമുക്ക്, മൗസോ പോയിന്റ് ഡിവൈസോ ഇല്ലാതെ നമുക്ക് നീക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഇതെന്നത്. ഇനി അടുത്ത അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാം? അതിന്റെ സൈസും അഡ്ജസ്റ്റ് ചെയ്യാം. സൈസിൽ ക്ലിക്ക് ചെയ്താൽ കണ്ടില്ലേ, ഇനി നമ്മൾ ലെഫ്റ്റ് ആരോ ആണ് റൈറ്റ് ആരാണ് നോക്കുന്നത് കൂടിക്കൊണ്ടിരിക്കും. ലെഫ്റ്റ് ആരോ ആണ് യൂസ് ചെയ്യുന്നത്, എന്ത് ചെയ്യും? സൈസ് കുറഞ്ഞുകൊണ്ടിരിക്കും. ഡൗൺ ആരോ ആണ് പ്രസ് ചെയ്യുന്നത്, എന്ത് ചെയ്യും? സൈസ് കൂടിക്കൊണ്ടിരിക്കും. അപ്പ് ആരോ ആണ് പ്രസ് ചെയ്യുന്നത്, എന്ത് ചെയ്യും? സൈസ് കുറഞ്ഞുകൊണ്ടിരിക്കും. അന്നേരം മൗസ് ഇല്ലാതെ അല്ലെ പോയിന്റ് ഡിവൈസ് ഇല്ലാതെയോ നമുക്ക് സൈസ് കൂട്ടിയോ കുറയ്ക്കുകയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? കൺട്രോൾ മെനു ബോക്സിൽ ക്ലിക്ക് ചെയ്യുക, സൈസിൽ ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ആരോ പ്രസ് ചെയ്താൽ സൈസ് കൂടും, ലെഫ്റ്റ് ആരോ പ്രസ് ചെയ്താൽ സൈസ് കുറയും, ഡൗൺ ആരോ പ്രസ് ചെയ്താൽ ഹൈറ്റ് നമ്മുടെ സൈസ് കൂടാനും അപ്പ് ആരോ കുറയ്ക്കാനും ഉപയോഗിക്കും. അന്നേരം ഈ രീതിയിൽ പറ്റും. അന്നേരം നമുക്ക് കുറച്ച് ആക്ഷൻസ് മനസ്സിലായല്ലോ അല്ലെ? ഇനി അല്ലാതെ നമുക്ക് എന്താണ്? മാക്സിമൈസും മിനിമൈസും റീസ്റ്റോർ ബട്ടൺ ഉപയോഗിച്ച് അതിന് സൈസ് വേരി ചെയ്യാം. അപ്പൊ കണ്ടില്ലേ, മിനിമൈസ് ബട്ടൺ ഉണ്ട്, മാക്സിമൈസ് ബട്ടൺ ഉണ്ട്, റീസ്റ്റോർ ബട്ടൺ ഉണ്ട്. ഏതെങ്കിലും ഒരു വിൻഡോ ക്ലോസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ബട്ടൺ ഉപയോഗിക്കും? ക്ലോസ് ബട്ടൺ ഉപയോഗിക്കും. ഞാൻ ഇപ്പൊ ഇവിടെ ക്ലോസ് ബട്ടൺ ഇൻഡുവിൽ ക്ലിക്ക് ചെയ്താൽ എന്ത് ചെയ്യും? ഈ നോട്ട് പാഡിന്റെ വിൻഡോ ക്ലോസ് ആവും. ഓക്കെ. അന്നേരം നമ്മൾ പ്രൈമറി ആയിട്ടുള്ള ആക്ഷൻസ് നോക്കി, എങ്ങനെ വിൻഡോ മൂവ് ചെയ്യാം ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തോട്ട്, പിന്നെ എന്താണ് അതിന്റെ സൈസ് എങ്ങനെ കൂട്ടാം, അതെങ്ങനെ മാക്സിമൈസ് ചെയ്യാം, മിനിമൈസ് ചെയ്യാം, അതെങ്ങനെ റീസ്റ്റോർ സൈസ് അല്ലെങ്കിൽ നോർമൽ സൈസിൽ കൊണ്ടുവരാം എന്നുള്ള കാര്യങ്ങൾ നോക്കി. ഇനി സ്ക്രോൾ ബാർ appears on the edge of the windows anytime there is more content than can fit.
അതിനകത്ത് കൊള്ളുന്നതിൽ കൂടുതൽ സാധനങ്ങൾ വരുന്നതാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്ത് വരും? അവിടെ ഒരു സ്ക്രോൾ ബാർ വരും. സ്ക്രോൾ ബാർ എപ്പോൾ മാത്രമേ അപ്പിയർ ചെയ്യുള്ളൂ? അതിനകത്ത് കൊള്ളുന്നതിലും കൂടുതൽ കണ്ടന്റ് അതിനകത്ത് വന്നാൽ മാത്രമേ വരുള്ളൂ. ഞാൻ ഇപ്പൊ നമുക്കൊന്ന് ലിസ്റ്റ് നോക്കാം. ഇപ്പൊ ഞാൻ വേറൊരു ആപ്ലിക്കേഷൻ വിളിക്കാം, വേഡ് പാഡ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ വിളിക്കാൻ വെച്ചു. ഇപ്പൊ ഞാൻ 1 അല്ല ABCDEF പിന്നെ നമ്പർ ഉണ്ടല്ലേ, സൈസ് ഇതുവരെ അതിന് സ്ക്രോൾ ബാർ ഇല്ല. ഇനി ഒരു എൻ്റർ കീയുടെ പ്രസേവം കണ്ടോ? മായപ്പോട്ട് എന്തായിട്ട് ഇനി ഞാൻ 2-3 ഐറ്റം കൂടെ അടിച്ചാൽ കണ്ടില്ലേ, ഈ സൈഡിലായിട്ട് എന്ത് വന്ന്? സ്ക്രോൾ ബാർ വന്ന്. സ്ക്രോൾ ബാർ അപ്പാൻ മേളിലോട്ടും താഴോട്ടും നീക്കാനുള്ള സ്ക്രോൾ ബാർ ഉണ്ട്. അതേപോലെ എന്താണ് ഇതിനെ നമ്മൾ ഹോറിസോണ്ടൽ സ്ക്രോൾ ബാർ, വെർട്ടിക്കൽ സ്ക്രോൾ ബാർ ഇതേപോലെ എന്താണ് കണ്ടന്റ് കൂടുതലുണ്ടെങ്കിൽ വെർട്ടിക്കൽ സ്ക്രോൾ ബാറും ഹൊറിസോണ്ടൽ സ്ക്രോൾ ബാറും കറസ്പോണ്ടിങ് ആയിട്ട് വന്നോളും. അതാണ് നമ്മൾ നിൽക്കുന്ന വിൻഡോയ്ക്ക് ഫിറ്റ് ആവാത്ത രീതിയിൽ വന്നാൽ മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഞാൻ അതിന്റെ സൈസ് കൂട്ടി വെച്ചോ, ഓട്ടോമാറ്റിക്കലി ആ സ്ക്രോൾ ബാർ സൈസ് കൂട്ടി കഴിഞ്ഞാൽ പിന്നെ സ്ക്രോൾ ബാർ സിഗ്നിഫിക്കൻസ് ഇല്ല. കണ്ടില്ലേ? ഇപ്പൊ ഞാൻ ഫുൾ സൈസ് ആക്കി നോക്കാം. നമുക്ക് ഫുൾ സൈസ് ആക്കാൻ ആ സ്ക്രോൾ ബാർ ഇല്ല. ഇപ്പൊ ഞാൻ റീസ്റ്റോർ സൈസിൽ എത്തിയാൽ വീണ്ടും സ്ക്രോൾ ബാർ എത്തും. ഞാൻ കുറച്ചുകൂടെ വലുതാക്കണ്ടോ, എന്റെ സ്ക്രോൾ ബാർ പോയി ഞാൻ ചെറുതായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി സ്ക്രോൾ ബാർ വരികയും ആ സ്ക്രോൾ ബാർ ഉപയോഗിച്ച് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി നോക്കാനും സാധിക്കും. ഓക്കെ, നമുക്ക് ഇവിടെ നിന്ന് ജസ്റ്റ് മേപ്പോട്ട് ഒന്ന് മാറ്റി വെക്കാം. രണ്ടാമത്തെ ഓപ്ഷൻ നോക്കാം. എന്താണ്? The commands and buttons are usually contained on a menu, a toolbar and in a dialog box. The commands and buttons are usually contained on a menu, a toolbar or in a dialog box. അങ്ങനെ കമാൻഡ്സും ബട്ടൺ ആക്ഷൻസും ഏതൊക്കെ രീതിയിൽ നമുക്ക് കിട്ടും? മെനു വഴി കിട്ടും, ടൂൾ ബാർ ഉപയോഗിച്ച് കിട്ടും, അല്ലെങ്കിൽ ഡയലോഗ് ബോക്സ് ഉപയോഗിച്ചിട്ടും. എന്താണ് ടൂൾ ബാർ എന്നാക്കണം? Tool bar contains buttons that can execute a function or open a command menu. ഈ കാണുന്നതാണ് ഇതിന്റെ മേളിലായിട്ട് നമുക്ക് കാണുന്ന ഓപ്ഷൻസ് ആണ് ടൂൾ ബാർ ഓപ്ഷൻസ് ഒക്കെ പറഞ്ഞാൽ. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടില്ലേ, ഇൻസേർട്ട് പിക്ചർ, പെയിന്റിംഗ്, ഡ്രോ ഉണ്ട്. അല്ലാതെ ഇവിടെ ബോൾഡ് ഇങ്ങനെയൊക്കെ. ഇപ്പൊ എയിൽ ഞാൻ ഡ്രാഗ് ചെയ്തിട്ട് ഇവിടെ ബിയിൽ ക്ലിക്ക് ചെയ്ത് ബോൾഡ് ആവും. ഇതെല്ലാമാണ് ടൂൾ ബാർ. ഇനി ഫയല്, അതിന്റെ ഇപ്പുറത്തുള്ള ഹോം അല്ലെങ്കിൽ വ്യൂ ഇതൊക്കെ കിട്ടുമ്പോൾ വരുന്നതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് മെനൂസ് എന്ന് പറയുന്നത്. ഇനി ഫയൽ എടുത്തിട്ട് ഞാൻ സേവ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ഒരു ബോക്സ് വിൻഡോ വരും. ഈ വിൻഡോയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡയലോഗ് ബോക്സസ് എന്ന് പറയുന്നത്. അതിന് മെനൂസ് എന്താണെന്ന് മനസ്സിലാക്കി. മെനൂസ് ആണ് ഫയലും ഹോമും വ്യൂ എല്ലാം മെനൂസ് ആണ്. അത് ഓരോന്നും ക്ലിക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ സേവാസോ അല്ലെങ്കിൽ ഓപ്പണോ ഒക്കെ കൊടുക്കുമ്പോൾ കാണുന്ന ഈ രീതിയിൽ വരുന്ന വിൻഡോകളെ നമ്മൾ എന്ത് പറയും? ഡയലോഗ് ബോക്സസ് എന്ന് പറയും. പിന്നെന്താണ്? ഓരോന്നും ക്ലിക്ക് ചെയ്യുമ്പോൾ കാണിക്കുന്ന ഈ പറയുന്ന ബട്ടണുകളെ നമ്മൾ എന്ത് പറയും? ടൂൾ ബാറിലുള്ള ബട്ടൺ. ഇപ്പൊ ക്ലിപ്പ് ബോർഡ് ടൂൾ ബാറിനകത്ത് ടാബിനകത്ത് കുറെ ഇൻഫർമേഷൻ ഉണ്ട്, ഫോണ്ട് ഉണ്ട്, അതിനകത്ത് പാരഗ്രാഫിനകത്തുണ്ട് ടൂൾ ബാറുകൾ, അങ്ങനെയുള്ള കുറെ സാധനങ്ങൾ കറസ്പോണ്ടിങ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതൊന്ന് ക്ലോസ് ചെയ്യാം, നോട്ടിലോട്ട് പോവാം. ടൂൾ ബാർ contains buttons that execute a function or open a command menu. അടുത്ത മെനു contains commands for initiating an action or a task. അടുത്തെന്താണ്? ഡയലോഗ് ബോക്സ്. ടൂൾ ബാർ നമ്മൾ നോക്കി, അടുത്ത മെനു നോക്കി, അടുത്ത ഡയലോഗ് ബോക്സ്. ഇന്ററാക്റ്റീവ് മെസ്സേജ് വിൻഡോ അപ്പിയേഴ്സ് വെൻ മോർ ഇൻഫർമേഷൻസ് ആർ റിക്വയർഡ്. ഒരു ഫയൽ സേവ് ചെയ്യാൻ ഫയലിന്റെ പേര് വേണം. അതിന് ഫയലിന്റെ പേര് ടൈപ്പ് ചെയ്യണം, സ്ഥലം വേണം, എവിടെ സേവ് ചെയ്യണോ സ്ഥലം പറഞ്ഞു കൊടുക്കണം. അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ, ചില സമയങ്ങളിൽ ഫയൽ ഓപ്പൺ ചെയ്യുമ്പോൾ കാണിക്കാനൊക്കെ, അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ വരുന്ന ഇന്ററാക്റ്റീവ് വിൻഡോകളെ നമ്മൾ എന്തെന്ന് പറയും? ഡയലോഗ് ബോക്സസ് എന്ന് പറയും. ഇനി അടുത്തത് കൺട്രോൾ പാനൽ. Control panel is a command center for configuring Windows settings. കൺട്രോൾ പാനലിൽ പടമാണ് ഉള്ളത്. വിൻഡോസിനകത്ത് വരുന്ന കോൺഫിഗറേഷൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രോഗ്രാം ഒക്കെ കിടക്കുന്ന സ്ഥലത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കൺട്രോൾ പാനൽ എന്ന് പറയുന്നത്. കൺട്രോൾ പാനൽ ഈസ് എ കമാൻഡ് സെന്റർ ഫോർ കോൺഫിഗറിംഗ് വിൻഡോസ് സെറ്റിംഗ്. To find the settings you are interested in, type the word or search term in the സെർച്ച് വിൻഡോ. ഉണ്ടല്ലേ, ഇവിടെ കണ്ടില്ലേ ഒരു സെർച്ച് വിൻഡോ ഉണ്ട്. ദിസ് ഈസ് ഏരിയ. ഈ സെർച്ച് വിൻഡോയിൽ നമുക്ക് ഇഷ്ടമുള്ള, ഇപ്പൊ എക്സാമ്പിൾ ഞാൻ ഇവിടുന്ന് മൗസ് എന്നാണ്, ഇപ്പം സാമ്പിൾ സ്ക്രീനാണ്, ഞാൻ യഥാർത്ഥം എടുത്തിട്ട് മൗസ് എന്നാണ് ടൈപ്പ് ചെയ്യുന്നത്. ഈ മൗസ് കോൺഫിഗറേഷൻ സെറ്റിംഗ്സ് എന്ന കാര്യങ്ങൾ കാണാൻ പറ്റും. നമുക്കൊന്ന് പരിശോധിക്കാം. ഞാൻ ഇവിടെ ആദ്യം കൺട്രോൾ പാനൽ വിളിക്കുകയാണ്. ഞാൻ കൺട്രോൾ പാനൽ ലോഡ് ചെയ്തു.
കൺട്രോൾ പാനൽ ലോഡ് ചെയ്യാൻ ഇവിടെ കൺട്രോൾ പാനൽ ഉണ്ട്, ഇവിടെ സെർച്ച് കൺട്രോൾ പാനൽ ഉണ്ട്. ഞാൻ ഇവിടെ നിന്നുകൊണ്ട് മൗസ് എന്ന് ടൈപ്പ് ചെയ്യാൻ മൗസ് ക്ലിക്ക് ചെയ്താൽ മൗസിന്റെ കോൺഫിഗറേഷൻസ് ഒക്കെ സെറ്റ് ചെയ്യാനുള്ള സ്ക്രീൻ കിട്ടും. അതാണ് മൗസ് സെറ്റിംഗ്സ് ഒക്കെ നമുക്ക് ചെയ്യാം. ഇനി അവിടെ വന്നിട്ട് കീബോർഡ് എന്നാണ് കൊടുക്കുന്നത്. കീബോർഡ് ആണെങ്കിൽ എന്ത് ചെയ്യും, കീബോർഡ് ഓപ്പറേഷൻസ് ഒക്കെ സെറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളായിരിക്കും കിട്ടുന്നത്. ഓക്കെ, ഇനി ഞാൻ സ്ക്രീൻ അങ്ങനെ കൊടുക്കുമ്പോൾ ഒന്നും തന്നെ കിട്ടിയില്ല. ഞാൻ ഇപ്പം ഡെസ്ക്ടോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, റിമോട്ട് ഡെസ്ക്ടോപ്പ് കണക്ഷൻസ് ഇങ്ങനെയുള്ള. അങ്ങനെ നമുക്ക് എന്ത് ഇതിനെ കുറിച്ചുള്ള കാര്യങ്ങളാണോ ചെയ്യേണ്ടത് അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ സെർച്ച് ചെയ്ത് അവിടെ കിട്ടും. അല്ലെങ്കിൽ എന്താണ്, ജനറൽ ആയിട്ട് ഇങ്ങനെയുള്ള ഫെസിലിറ്റി ഇവിടെ കണ്ടില്ലേ, സിസ്റ്റം സെക്യൂരിറ്റി, പ്രോഗ്രാംസ്, ഹാർഡ്വെയർ ആൻഡ് സൗണ്ട്, ക്ലോക്ക് ആൻഡ് റിലീജിയൻ എന്നൊക്കെ പറഞ്ഞ സ്ഥലം കൊണ്ടുണ്ട്. നമുക്കിപ്പം സമയം അറിയണമെന്നുണ്ടെങ്കിൽ, സമയം എന്നെല്ലാം സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് ഇവിടെ ക്ലിക്ക് ചെയ്യാം. അന്നേരം നമുക്ക് സിസ്റ്റം ടൈമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. ഇത് നമുക്ക് വരും ക്ലാസ്സുകളിൽ നോക്കാം. അന്നേരം കൺട്രോൾ പാനലിന്റെ ഉപയോഗം എന്തെന്ന് നോക്കാം. നമുക്ക് എന്താണ്, കൺട്രോൾ പാനൽ is the command center for configuring Windows setting. To find the settings in your interested, type the word or search name in the search text box. Okay, clear ayallo? Okay. The managing files and folders. Each registered user എന്ന് പറഞ്ഞാൽ വിൻഡോസ് പോലുള്ള എൻവയോൺമെന്റിൽ ഒന്നിക്കുള്ള യൂസർക്ക് പലതായ പ്രാവശ്യമായിട്ട് കയറി, അതായത് യൂസർ നെയിം പാസ്വേഡും കൊടുത്ത രീതിയിലാണ് നമ്മുടെ പേഴ്സണൽ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ നെറ്റ്വർക്ക് കമ്പ്യൂട്ടർ ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു രജിസ്റ്റേർഡ് യൂസർക്ക്, ഓരോ രജിസ്റ്റേർഡ് യൂസർക്കും എന്ത് കാണും, ഡീഫാൾട്ട് ലൈബ്രറി ഫോൾഡർ കാണും. അതായത് എന്തൊക്കെ കാണും, ഡോക്യുമെന്റ്സ് സ്റ്റോർ ചെയ്യാൻ സ്ഥലം, പടങ്ങൾ സ്റ്റോർ ചെയ്യാൻ സ്ഥലം, മ്യൂസിക് ഫയൽസ് സ്റ്റോർ ചെയ്യാൻ സ്ഥലം, which you can easily access on the right pane of the start menu. സ്റ്റാർട്ട് മെനുവിന്റെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ഫയൽസും ഫോൾഡേഴ്സും ഒക്കെ കാണാനുള്ള ഫെസിലിറ്റി ഉണ്ടായിരിക്കും. അടുത്തത് കമ്പ്യൂട്ടർ ഫോൾഡർ ഈസ് വെയർ യു ആക്സസ് ഹാർഡ് ഡിസ്ക് ഡ്രൈവ്സ്, റിമൂവ്ഡ് ഡ്രൈവ്സ്, മീഡിയാസ്, CDs and DVD drives, network locations and other removable location. കമ്പ്യൂട്ടർ എന്നുള്ള ഫോൾഡറിൽ ഞാൻ എക്സ്പ്ലോറർ വിളിച്ച് കാണിച്ചു തരാം. ഫോൾഡറിൽ നമുക്ക് എന്തൊക്കെ കാണാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. അവിടെ ഡെസ്ക്ടോപ്പ് കാണാം, ഡൗൺലോഡ്സ്, ഡോക്യുമെന്റ്സ്, ഞാൻ വലുതാക്കി കാണിച്ചു തരാം കണ്ടില്ലേ. അല്ലെങ്കിൽ നമുക്കവിടെ ഇപ്പൊ C ഡ്രൈവിലോട്ട് പോകണമെങ്കിൽ ലോക്കൽ സൈഡിൽ ലോക്കൽ ഡിസ്ക് C ഡ്രൈവ് അല്ലേ, അല്ലെങ്കിൽ D ഡ്രൈവിൽ പോകണം, നെറ്റ്വർക്ക് ഡ്രൈവിൽ പോകണമെങ്കിൽ നെറ്റ്വർക്ക് ഡ്രൈവിൽ പോകാം. അതിന് കമ്പ്യൂട്ടറിനകത്തോട് C ഡ്രൈവിൽ പോകുമ്പോൾ യൂസേഴ്സിൽ വിൻഡോസ് ഫോൾഡറിൽ പോയി കഴിഞ്ഞാൽ വിൻഡോസിനകത്തുള്ള ഫോൾഡേഴ്സ് കാണിക്കും. ഇപ്പൊ ഞാൻ അതിനകത്ത് കൾസർ എന്നുള്ളതിനകത്ത് പോയി കൾസറിനകത്തുള്ള ഓരോ സാധനങ്ങളും കാണിക്കും. ഓക്കെ, ഇങ്ങനെ ഓരോ ലൊക്കേഷനിലോട്ട് നാവിഗേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ഉപയോഗിക്കാം, ഈ പറയുന്ന കമ്പ്യൂട്ടർ ഫോൾഡറിനകത്ത് പോയി യു ക്യാൻ ആക്സസ് ഹാർഡ് ഡ്രൈവ്സ്, റിമൂവൽ ഡ്രൈവ്സ് എന്ന് പറഞ്ഞാൽ ഫിസിക്കലായിട്ട് ഇന്റേണൽ ഹാർഡ് ഡിസ്കോ കാര്യങ്ങളോ, അല്ലെങ്കിൽ DVD CD ഡ്രൈവോ സെർച്ച് ചെയ്യാൻ, അല്ലെങ്കിൽ നെറ്റ്വർക്ക് ലൊക്കേഷൻ സെർച്ച് ചെയ്യാനൊക്കെ നമുക്ക് എന്ത് ഉപയോഗിക്കാം, കമ്പ്യൂട്ടർ ഫോൾഡർ ഉപയോഗിക്കാം. ഓക്കെ, ഫോൾഡേഴ്സും ഫയൽസും ഒക്കെ എന്താണെന്നുള്ള ഡീറ്റെയിൽ നമുക്ക് വരും ക്ലാസ്സുകളിൽ നോക്കാം. ഓക്കെ, ഇനി ഡിലീറ്റിംഗ് ഫയൽസ് യൂസിങ് ദ റീസൈക്കിൾ ബിൻ. നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള ആവശ്യമില്ലാത്തൊരു ഫയൽ എങ്ങനെ കളയാം. വെൻ യു ഡിലീറ്റ് എ ഫയൽ ഫ്രം എ വിൻഡോ, ദ ഫയൽ ഈസ് ഫിസിക്കലി മൂവ്ഡ് ടു ദ റീസൈക്കിൾ ബിൻ. നേരത്തെ നമ്മൾ ഡെസ്ക്ടോപ്പ് കാണിച്ച റീസൈക്കിൾ ബിൻ ഒരുപാടാണ്. കാരണം നോർമലി റീസൈക്കിൾ ബിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡസ്റ്റ്ബിൻ പോലുള്ള സാധനമാണ്. വെറുതെ നമ്മൾ കമ്പ്യൂട്ടറിൽ നിന്ന് ഒരു ഫയൽ ഡിലീറ്റ് ചെയ്താൽ നോർമലി എവിടെ പോയി കിടക്കത്തേ ഉള്ളൂ, റീസൈക്കിൾ ബിന്നിൽ പോയി കിടക്കുള്ളൂ. Unfortunately, just like a regular waste basket, you can retrieve item before they are gone for good. നമ്മൾ ഏതെങ്കിലും സമയത്ത് വലിച്ചെറിയ പോയി നമ്മുടെ ഡസ്റ്റ്ബിന്നിൽ കിടക്കാൻ തിരിച്ചെടുക്കാൻ പറ്റുന്നതിന്റെ കൂട്ട് തന്നെ നമ്മൾ നോർമലി ഡിലീറ്റ് ചെയ്യുന്ന ഫയൽസ് എല്ലാം എവിടെ പോയി കിടക്കുള്ളൂ, റീസൈക്കിൾ ബിന്നിൽ കിടക്കുള്ളൂ. അവിടെ നമുക്ക് ആവശ്യാനുസരണം അതിനെ റിട്രീവ് ചെയ്തെടുക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട്. Once you choose to permanently delete an item by emptying the recycle bin, you can't restore it. നമുക്ക് ഒരിക്കൽ നമ്മൾ റീസൈക്കിൾ ബിന്നിൽ പോയി പെർമനന്റ് ആയിട്ട് അതിനെ റിമൂവ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ എന്താണ്, പിന്നെ നമുക്ക് അതിനെ തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. അന്നേരം നോർമലി നമ്മൾ ഡിലീറ്റ് ചെയ്യുന്ന ഫയൽസ് പോയി കിടക്കുന്ന സ്ഥലത്തിനെ നമുക്ക് എന്തെന്ന് പറയാം, റീസൈക്കിൾ ബിൻ എന്ന് പറയാം. അന്നേരം റീസൈക്കിൾ ബിൻ ഇടുന്ന സാധനങ്ങൾ നമ്മൾ റിട്രീവ് ചെയ്താൽ അത് എവിടെ നിന്നാണോ ഡിലീറ്റ് ചെയ്യുക സ്ഥലത്ത് തന്നെ തിരിച്ചു വന്ന് കിടക്കും. നമ്മൾ പെർമനന്റ് ആയിട്ട് ആ ഫയൽ കളയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, റീസൈക്കിൾ ബിന്നിൽ പോയി അതിനെ ഡിലീറ്റ് ചെയ്ത് കളയണം. ഓക്കെ, ഇനി അടുത്തത് യൂസിങ് വിൻഡോസ് ഹെൽപ്പ്. നമുക്ക് വിൻഡോസ് ഉപയോഗിക്കും. വിൻഡോസിനെ കുറിച്ചുള്ള ഹെൽപ്പ് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റാർട്ട് മെനു ക്ലിക്ക് ചെയ്യുക, അവിടെ ഹെൽപ്പ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഈ രീതിയിലുള്ള സ്ക്രീൻ കിട്ടും. അവിടെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ അതിന്റെ ഹെൽപ്പ് നമുക്ക്
കിട്ടാൻ സാധിക്കും. നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നു, ഇങ്ങനെ ഞാൻ കുറച്ച് നാൾ കഴിയുമ്പോൾ പറഞ്ഞു തരാൻ ആളില്ല, നമുക്ക് എന്തായാലും ഒരു കാര്യം നോക്കണം. അതിന് വിൻഡോസ് തന്നെ നമ്മളെ സഹായിക്കുന്ന ഇതിനു വേണ്ടിയാണ് എന്താ ഉപയോഗിക്കുന്നത്, വിൻഡോസ് ഹെൽപ്പ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി മാനേജിങ് യുവർ കമ്പ്യൂട്ടർ. വിൻഡോസ് പ്രൊവൈഡ്സ് ഡിസ്ക് ക്ലീനപ്പ്. ഡിസ്ക് ക്ലീനപ്പ് എന്ന് പറയുന്ന ഒരു യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ഉണ്ട്. അത് നമുക്ക് എന്തിനു ഉപയോഗിക്കാം, കുറച്ച് അഡ്വാൻസ് ടോപ്പിക് ആയിട്ട് വേണമെങ്കിൽ പറയാൻ വേണം. A utility that deletes temporary files created when you surf the web. Web എന്ന് പറഞ്ഞാൽ ഇന്റർനെറ്റ്, watch videos and edit files or perform other actions. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ടെമ്പററി ആയിട്ട് ഉണ്ടാകുന്ന ഫയൽ എല്ലാം വിൻഡോസിനകത്ത് ടെമ്പർ എന്ന് പറഞ്ഞൊരു ഫോൾഡറിൽ പോയി കിടക്കും. അതൊക്കെ എടുത്ത് ആവശ്യമില്ല സാധനങ്ങളൊക്കെ എടുത്ത് കളഞ്ഞ് സിസ്റ്റത്തിൽ കുറച്ച് സ്ഥലമൊക്കെ ഉണ്ടാക്കി തരും. അതിനെയാണെന്ന് പറയുന്നത് നമ്മൾ ഡിസ്ക് ക്ലീനപ്പ് യൂട്ടിലിറ്റി ഉപയോഗിച്ച് ആ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇനി ആക്ഷൻ സെന്റർ. Action Center provides important messages about critical security and maintenance components of your computer, such as firewall, antivirus protection, and spyware protection. കമ്പ്യൂട്ടറിനകത്ത് ഉപയോഗിക്കുന്ന സിസ്റ്റത്തിന് സെക്യൂരിറ്റി മെഷർമെന്റ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ ഇൻഫർമേഷൻസ് ഒക്കെ നോട്ടിഫിക്കേഷൻ തരാൻ വേണ്ടിയാണ് എന്ത് ഉപയോഗിക്കുന്നത്, ആക്ഷൻ സെന്റർ ഉപയോഗിക്കുന്നത്. ഫയർവാൾ എന്ന് പറഞ്ഞാൽ അൺവാണ്ടഡ് ആയിട്ടുള്ള സാധനങ്ങൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ കയറാതിരിക്കാനുള്ള സോഫ്റ്റ്വെയർ സെറ്റിങ്ങിനെയാണ് ഫയർവാൾ സെറ്റിംഗ്. ആന്റിവൈറസ് പ്രൊട്ടക്ഷൻ പറഞ്ഞാൽ കമ്പ്യൂട്ടറെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറിനെയാണ് വൈറസ് പ്രോഗ്രാംസ് എന്ന് പറയുന്നത്. അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രോഗ്രാമിനെ എന്തെന്ന് പറയും, ആന്റിവൈറസ് പ്രോഗ്രാംസ് പറയും. അങ്ങനെ ആന്റിവൈറസുകളെല്ലാം നമ്മുടെ കമ്പ്യൂട്ടർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് അതിന്റെ ഡേറ്റോ കാലാവധിയോ എല്ലാം അവസാനിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ കാണിച്ചു തരാനൊക്കെ വേണ്ടി എന്ത് ഉപയോഗിക്കും, ആക്ഷൻ സെന്റർ ഉപയോഗിക്കും. ഓക്കെ, സ്പൈവെയർ തന്നെയാണ്. ഇന്റർനെറ്റ് ഉപയോഗിക്കുമ്പോൾ അൺവാണ്ടഡ് ആയിട്ടുള്ള വൈറസ് അറ്റാക്കുകൾ ഉണ്ടാകുന്നതിന് നമ്മൾ എന്ന് പറയും സ്പൈവെയർ പ്രൊട്ടക്ഷൻ എന്ന് പറയും. അതിന് വേണ്ടിയുള്ള സോഫ്റ്റ്വെയർ കിട്ടുന്നുണ്ടാവും. അതിന്റെ ഡേറ്റ് ചിലപ്പോൾ കഴിഞ്ഞു, അതിന്റെ കാലാവധി കഴിഞ്ഞ് നമ്മൾ റിന്യൂ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ പുതിയ കോപ്പി മേടിച്ചിടേണ്ടി വരും, അല്ലെങ്കിൽ അതിന്റെ പുതിയ യൂട്ടിലിറ്റി ഫയൽസ് ഒക്കെ നമ്മൾ കമ്പ്യൂട്ടറിന് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യേണ്ടി വരും, ഇന്റർനെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യേണ്ടി വരും. ഇതൊക്കെ നമ്മളെ നോട്ടിഫൈ ചെയ്ത് കാണിക്കാൻ വേണ്ടിയുള്ള സെന്ററിനെയാണെന്ന് പറയുന്നത് ആക്ഷൻ സെന്റർ എന്നറിയപ്പെടുന്നത്. ഓക്കെ, രണ്ട് സെഷനിലൂടെ നമ്മൾ പഠിച്ച കുറച്ച് പ്രാഥമികമായ കാര്യങ്ങളിലൂടെ ഞാൻ സമ്മറി ആയിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാണ്. സ്റ്റാർട്ടിംഗ് വിൻഡോസ് ബ്രിങ്സ് അപ്പ് ദ ഡെസ്ക്ടോപ്പ്, possibly a prompt to enter the password depending on your settings. നമ്മുടെ കമ്പ്യൂട്ടറിൽ മൾട്ടിപ്പിൾ യൂസേഴ്സ് ചെയ്യാൻ വേണ്ടി ഡെസ്ക്ടോപ്പ് കോൺഫിഗറേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പാസ്വേഡ് ചോദിക്കും, അല്ലെങ്കിൽ ചോദിക്കത്തില്ല. ഇനി a point device such as mouse, trackball, touchpad, pointing stick is a device you use to interact with and navigate your computer. കമ്പ്യൂട്ടറിനകത്ത് പ്രോപ്പർ ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി എന്ത് ഉപയോഗിക്കും, പോയിന്റ് ഡിവൈസുകൾ ഉപയോഗിക്കും. You can use ടച്ച് സ്ക്രീൻ ടു ഇന്ററാക്ട് വിത്ത്. നമുക്ക് ടച്ച് സ്ക്രീൻ ഉപയോഗിച്ച് നമുക്ക് പ്രോപ്പർ ആയിട്ട് പോയിന്റ് ഡിവൈസ് ടച്ച് സ്ക്രീൻ ഫെസിലിറ്റി ഉള്ള സ്ഥലങ്ങളിൽ നമുക്ക് എന്താണ് ടച്ച് സ്ക്രീൻ ഉപയോഗിച്ച് നമുക്ക് ഇന്ററാക്ട് ചെയ്യാൻ സാധിക്കും. The desktop is the main work area and contains access to window elements such as files, folders, programs, all of which are represented by icons. Desktop എന്തൊക്കെ കാണും, ഫയൽസ് കാണാം, ഫോൾഡേഴ്സ് കാണാം, പ്രോഗ്രാംസ് കാണാം. ഇതെല്ലാം എന്തായിട്ട് കാണിക്കും, ഐക്കോൺസ് ആയിട്ട് കാണിക്കും. The main features of the desktop are start button, നമ്മൾ പഠിച്ചു കഴിഞ്ഞു. റീസൈക്കിൾ ബിൻ, ടെമ്പററി ആയിട്ട് സാധനം പോയി കിടക്കുന്ന സാധനം. ഡെസ്ക്ടോപ്പ് തീം, ഡെസ്ക്ടോപ്പിന്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് വരുന്ന സാധനം. ടാസ്ക് ബാർ, നോട്ടിഫിക്കേഷൻ ഏരിയ, അതർ ഗാഡ്ഗറ്റ്സ്, അല്ലാതെ ഇൻസ്റ്റാൾ ചെയ്യപ്പെടുന്ന സോഫ്റ്റ്വെയർ കാര്യങ്ങളൊക്കെ അതിനകത്ത് കാണിക്കുന്നതിലെല്ലാം എവിടെ കാണിക്കും, ഡെസ്ക്ടോപ്പിലായിരിക്കും കാണിക്കുന്നത്. വിൻഡോസ് കണ്ടെയ്ൻസ്, നോർമലി കാണുന്ന ഒരു വിൻഡോയ്ക്ക് അതെന്തൊക്കെ ഉണ്ടാവാം. വിൻഡോ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇന്ററാക്ട് ചെയ്യാൻ, യൂസർ ഇന്ററാക്ട് ചെയ്യുന്ന കോമൺ ഇന്റർഫേസിനെ നമ്മൾ എന്താ പറയും, വിൻഡോ എന്ന് പറയും. കണ്ടെയ്ൻസ് എന്തൊക്കെയാണ്, ടൂൾ ബാർ, കൺട്രോൾസ്, ലിങ്ക്സ് ഫോർ സ്പെസിഫിക് ഫംഗ്ഷൻ. യു ക്യാൻ സ്വിച്ച് ബിറ്റ്വീൻ ഓപ്പൺ വിൻഡോസ്, ഓപ്പൺ ഡിഫറെന്റ് ഫോൾഡേഴ്സ് ബൈ ക്ലിക്കിംഗ് ഫോൾഡർ ഇൻ ദ പാത്ത് on the address bar or using navigation pane to open and organize folders. Navigation pane വഴിയോ അഡ്രസ് ബാർ വഴിയോ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വിൻഡോയിലെ കണ്ടന്റ്സ് തമ്മിൽ മൂവ് ചെയ്യാനും സ്വിച്ച് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉള്ളത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു, കണ്ടു കഴിഞ്ഞു. പ്രാക്ടിക്കൽ സെഷൻസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ അത് മനസ്സിലാവും. വിൻഡോസ് ക്യാൻ ബി മൂവ്ഡ്, റീസൈസ്ഡ്, ഓപ്പൺഡ് ആൻഡ് ക്ലോസ്ഡ്. If you are unable to display all the contents of a window as it is currently sized, scroll bar appears to allow you to move to the part of the window that you want to view. സൈസ് കുറവാൻ ഓട്ടോമാറ്റിക്കലി എന്ത് വന്നോളൂ എന്ന് പറഞ്ഞു, സ്ക്രോൾ ബാർസ് വന്നോളും. അത് വെർട്ടിക്കലിയും ഹോറിസോണ്ടലിയുള്ള സ്ക്രോൾ ബാർസ് ഒക്കെ അവൈലബിൾ ആണ്. വിൻഡോസ് ക്യാൻ ബി മാക്സിമൈസ്ഡ്, fill the screen and minimize to appear as a button on the task. Minimize ചെയ്തവിടെ പോയി കിടക്കും, ടാസ്ക് ബാറിൽ പോയി കിടക്കും. You can use toolbars and menus in Windows to perform tasks or actions and input information in dialog boxes. Okay, നമ്മൾ പഠിച്ച
Control panel contains searchable links for configuring Windows settings. Okay, നമ്മൾ നേരത്തെ പറഞ്ഞ ആളുകൾ സമ്മറി ആയിട്ട് പറയുന്നുള്ളതാണ്. Windows provides several default library folders for storing and organizing files on your computer and viewing similar files, sharing files and accessing frequently used files. Okay, നമ്മൾ അതിനകത്താണ് favorites and libraries ഒക്കെ കണ്ടത്. Recycle bin stores files you have deleted from your computer. You can restore deleted files that are placed in the recycle bin or deleted them permanently from your computer. നമുക്ക് recycle bin തിരിച്ചെടുക്കാനോ permanently കളയാനോ ഉള്ള ഫെസിലിറ്റി അവിടെ recycle bin ഉണ്ട്. Windows helps and support window provides additional information about the many features of Windows. Help നമുക്ക് Windows തരുന്ന help നമ്മൾ additional information feature പഠിക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കും. You can access the help program from the start menu or from any Windows programs. Windowsന്റെ എല്ലാ പ്രോഗ്രാമിന്റെ മെനുവിന്റെ സൈഡിലായിട്ട് ഹെൽപ്പ് ഉണ്ട്. ആ പ്രോഗ്രാമിന്റെ ടോട്ടൽ ഹെൽപ്പ് കൊടുക്കാൻ വേണ്ടി സ്റ്റാർട്ട് മെനുവിൽ നമുക്ക് ഹെൽപ്പ് പ്രോഗ്രാംസ് കിട്ടും. Windows provides several utilities you can use to clean up unnecessary files on your computer. നമ്മുടെ കമ്പ്യൂട്ടറിൽ ആവശ്യമില്ലാത്ത ഫയൽസ് ഒക്കെ കാണാൻ വേണ്ടി ക്ലീൻ അപ്പ് യൂട്ടിലിറ്റി ഫയൽസ് ഉപയോഗിക്കാം. ആൻഡ് ചെക്ക് യുവർ കമ്പ്യൂട്ടേഴ്സ് സെക്യൂരിറ്റി സിസ്റ്റംസ്. പല പല യൂട്ടിലിറ്റി പ്രോഗ്രാംസ് ഉപയോഗിച്ച് നമുക്ക് എന്താണ് അതിന്റെ സെക്യൂരിറ്റി മെഷർമെന്റ്സ് ഒക്കെ ടെസ്റ്റ് ചെയ്യാനും പറ്റും. ഓക്കെ, താങ്ക് യു. നമ്മൾ 2 സെഷനിലൂടെ പാർട്ട് 1ലും പാർട്ട് 2യിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചത് എന്താണ്, വിൻഡോസിന്റെ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അടുത്ത സെഷന് വേണ്ടി എല്ലാവരും കാത്തിരിക്കും.